ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് അഞ്ജലിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ദിര. അവളെന്നാലും ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചു, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ആര്യയും അതുപോലെ തന്നെ ശ്യാമളയും കൂടി അഞ്ജലിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരിക്കലും അഞ്ജലി അങ്ങനെ ചെയ്യില്ല, എന്തിനു വിട്ടുകൊടുക്കുന്നില്ല, എന്തിനു പറയണ്ടേ, ഇല്ലില്ല അനുപമ അങ്ങനെ ഒരിക്കലും നുണ പറയാൻ വേണ്ടി ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിൽക്കുന്ന ശിവരാമേട്ടനുണ്ടല്ലോ, അനുപമനെ ഇവിടുന്ന് പടിയിറക്കി വിട്ടതാണ്. അവൾ ഇവിടെ കയറി വന്ന് ഇങ്ങനെ ചൂലിനടിക്കുമെന്ന് വരെ പറഞ്ഞതാണ്. അവളത് അതൊന്നും മൈൻഡ് വെക്കാതെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ എന്തോ സത്യസന്ധത ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യപരമാണ് ശിവരാമേട്ടോ. ഇന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും? എന്റെ അഞ്ജലി മോൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവള് വരട്ടെ, അതുവരെ ആരും ദൈവത്തെ ഓർത്ത് ഈ സംസാരം ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ അകത്തേക്ക് കയറി പോവാണ്. ഇന്ദിര പുച്ഛത്തോടു കൂടി തന്നെ അവിടെ തന്നെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായത്. അപ്പൊ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്മേനൊക്കെ കണ്ടിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയും അർജുനും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ അഞ്ജലി വണ്ടി വെച്ചൊരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു കുന്നിലേക്ക് എത്താണ് അർജുനും അഞ്ജലിയും കൂടിയിട്ട്. അഞ്ജലി പറയുന്നുണ്ട്, രാജീവ് ഇവിടെ ഒന്ന് വണ്ടി നിർത്താവോ, ഞാനിവിടെ വണ്ടി വെച്ചിരിക്കണത്. ഓ അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. പിന്നെ നമുക്കിവിടെ കുറച്ചിടന്ന് ഇരുന്നാലോ? സമയം ഒത്തിരിയായി, ഇപ്പൊ എത്ര മണിയായിന്നറിയോ? തനിക്ക് രാത്രിക്ക് മുമ്പ് വീട്ടിലെത്തണ്ടേ? എന്തായാലും വൈകും, ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോവാന്നേ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലിയും അർജുനും കൂടി അവിടെ അങ്ങ് ഇരിക്കാട്ടോ. അഞ്ജലി പറയണ്ടേ, എന്തോ പത്മേനെ കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം, എന്താ പറയണ്ടേന്നും ചെയ്യണ്ടേന്നും അറിയില്ല, മനസ്സിന് വല്ലാത്തൊരു സുഖം പോലെ തോന്നുക എന്ന് പറയുമ്പോഴേക്കും അർജുനും പറയണ്ട്, അതേടോ പത്മ മരിച്ചു എന്ന് കരുതി നമ്മൾ എന്തുമാത്രം വേദനിച്ചതാണ്. പത്മയുടെ സംസ്കാരം വരെ നമ്മൾ നടത്താൻ വേണ്ടി പോയതല്ലേ, ഭാഗ്യം അങ്ങനൊന്നും ചെയ്തില്ല. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം പത്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് താൻ മോർച്ചറി പോയി നോക്കിയത് ഓർമ്മയുണ്ടോ? മധുവായിട്ടല്ലേ, അത് പത്മയല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. എന്തൊക്കെ പറഞ്ഞ പത്മ ഭാഗ്യമുള്ള കുട്ടിയാ അല്ലേ രാജു? അതെ, നല്ല ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ 2 പ്രാവശ്യം തലനാഴിലേക്ക് രക്ഷപ്പെട്ടിങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ. എന്തായാലും ഇനി പത്മക്ക് വരാൻ പോണത് ദീർഘായുസായിരിക്കും, താൻ നോക്കിക്കോ. അതെ, മുമ്പ് അമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട് എനിക്ക്, നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ പിന്നെ ദീർഘായുസ് കിട്ടുമെന്ന്. പത്മ ഇത് 2ാമത്തെ പ്രാവശ്യമാണല്ലോ രക്ഷപ്പെടുന്നത്, അതുകൊണ്ട് പത്മക്ക് ദീർഘായുസ. അമ്പായുടെ കൂടെ ഒരുപാട് നാള് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ രാജു? അതെ അതെ, പിന്നെ ഒരു കാര്യം എനിക്ക് രാജുവിനോട് പറയാനുണ്ട്. അതെന്താ? അല്ല, പത്മേനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തൊക്കെയോ ആരൊക്കെയോ എനിക്കൊരു വാഗ്ദാനമൊക്കെ തന്നിരുന്നു, ഓർമ്മയുണ്ടോ? പത്മേനെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞാൻ എന്റെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരുമെന്നല്ല വാക്കല്ലേ ഞാൻ തന്നത്? അതെ, ആ വാക്ക് എങ്ങനെയാ? നാളെ വീട്ടുകാരും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാവോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു കാര്യം നമുക്ക് അനൗൺസ് ചെയ്യാലോ. പിന്നെ ആരെയും പേടിക്കും വേണ്ടോ? എന്തോ വല്ലാത്തൊരു കുറ്റബോധം അമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. എടോ, ഞാൻ തനിക്ക് വാക്ക് തരികയാണ്, നാളെ തന്നെ എൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും, പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയണം. അത് കേൾക്കുന്ന അഞ്ജലി പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ, എല്ലാം നല്ലതിനാണെന്ന് പറ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഭയങ്കര സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. കാരണം നാളെ നമ്മുടെ അർജുൻ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വരും എന്നുള്ള സന്തോഷമാണ് അഞ്ജലിക്ക്. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും അർജുന്റെ മുഖം ആകെ മാറോട്ടെ. ഈശ്വര, ഞാൻ എങ്ങനെയാ ഇയാളുടെ വീട്ടിലേക്ക് പോവാ? നാളത്തെ ദിവസത്തെ കുറിച്ച് ആയിരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലല്ലോ എന്നിട്ട് അർജുൻ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അതേസമയം ആ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മുടെ രാഘവനുടെയും കുറുപ്പിന്റെയും ഹരി വക്കീലിന്റെ ഒക്കെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ പത്മ മരിച്ചിട്ടില്ല എന്ന വാർത്ത. അത് കേൾക്കുമ്പോൾ തന്നെ കുറുപ്പ് മരുന്നെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രഷറിന്റെ. ആ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിലത്തേക്ക് വീണ് ഗ്ലാസ് ഉടഞ്ഞു പോവാട്ടോ. കുറുപ്പാണെങ്കിൽ വാട്ട്, എന്ത്, പത്മ മരിച്ചിട്ടില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് വാ വിളിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഹരി വക്കീലും, അത് ഈശ്വര അവള് മരിച്ചിട്ടില്ലേ, എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഹരി വക്കീല് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ കുറുപ്പും രാഘവനുണ്ണിയും ഹരിയും കൂടി ചേർന്നിട്ട് പത്മേനെ എവിടെ അന്വേഷിക്കാൻ പറ്റാവോ അവിടെയൊക്കെ അന്വേഷിക്കുമായിട്ട്. പത്മ ഏകദേശം ഇവർക്ക് അറിയാ, എവിടെയെങ്കിലൊക്കെ അനാഥാലയത്തിലോ അല്ലെങ്കിൽ ആശ്രമമണ്ഡലത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിന് മദറിന്റെ അങ്ങനെ നടത്തുന്ന ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുന്ന ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടെ അന്വേഷണം ഫുള്ള് നടക്കേണ്ടത്. ആ സമയത്ത് അഞ്ജലി നേരത്തെ തന്നെ നമ്മുടെ CA നന്ദനോടും CA ജാഫറിനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവർക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും പത്മ അവിടെ തന്നെ നിൽക്കണമെന്ന് നല്ലതെന്ന് ജാഫറും നന്ദനും ഒരേപോലെ പറയണ്ട. പത്മയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തെ ഏകദേശം ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് 2-3 പോലീസുകാരെ പ്രൊട്ടക്ഷന് വെക്കുന്നുണ്ട്, ഒരു 2 ദിവസത്തേക്ക് മാത്രം. ശേഷം നമ്മുടെ പത്മേനെ സേഫ് ആക്കട്ടെ. കാരണം കുറുപ്പിന്റെ രാഘവന്റെ ആൾക്കാരെ
എന്തായാലും അവിടെ വരുമെന്ന് നന്നായിട്ട് അറിയാം നമ്മുടെ പോലീസുകാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തരകനാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുറിപ്പിനോടൊക്കെ പറയുന്നത് കേട്ടോ. അഞ്ജലി വീട്ടിൽ ഭയങ്കര സന്തോഷത്തിൽ പോവാണ്. ഈശ്വര, നാളെ രാജീവിന്റെ വീട്ടുകാർ വരും. ഞാൻ ആദ്യമായിട്ട് രാജീവിന്റെ വീട്ടുകാരൊക്കെ കാണുന്നത്. സാരി ഉടുക്കണോ, സാരി എങ്ങനെ ഉടുക്കണം, മുല്ലപ്പൂ വെക്കണോ, അതൊക്കെ കളിച്ച് ഭയങ്കര സന്തോഷത്തിൽ വണ്ടിയൊക്കെ ഓടിച്ചു പോണം. അപ്പൊ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഒരുപാട് രാത്രിയായിട്ട് 12 മണിയൊക്കെ കഴിഞ്ഞു. നല്ല മഴയും. അഞ്ജലി ആ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നാളത്തെ പെണ്ണ് കാണാനൊക്കെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പോയിട്ട് വീടിന്റെ അടുത്ത് എത്താനാകുമ്പോഴേക്കും പെട്ടെന്ന് വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല, ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അഞ്ജലി മനസ്സിലാക്കണം, ഈശ്വര, എന്നെ കാത്ത് അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യാണെന്ന് തോന്നണം എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, പത്മേനെ ജീവനോടെ കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സന്തോഷമാവും. അപ്പൊ അത് എന്താ ചാടിക്കേറി ആ സന്തോഷ വാർത്ത, ആ സസ്പെൻസ് പൊളിച്ച് കൈ കൊടുക്കണം. പത്മ ജീവനോടെ ഉണ്ട്, അവളെ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞ അഞ്ജലി ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ ശ്യാമള പറഞ്ഞ നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വരും കേട്ടോ. എന്താ അമ്മയും ചോദിക്കുമ്പോഴേക്കും നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ ആര്യയും അതുപോലെ തന്നെ ഇന്ദിരയും അച്ഛനൊക്കെ വരുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര ടെൻഷൻ. അഞ്ജലി ഇങ്ങനെ എങ്ങാനും അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലോ. അതോട് ശിവരാമന് ഭയങ്കര ടെൻഷനായിട്ട്. ശിവരാമൻ പുറത്ത് ഇറങ്ങുന്നില്ല, അവിടെ മൂലക്ക് ഇങ്ങനെ നിൽക്കാണ് തന്റെ മോളുടെ വാക്ക് എന്താണെന്ന് അറിയാനായിട്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരു ടെൻഷൻ, അതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. ശ്യാമള ചോദിക്കുന്നുണ്ട്, എടി നിന്റെ രഹസ്യ കല്യാണം കഴിഞ്ഞു എന്ന് അനുപമ ഇവിടെ നിന്ന് കൊട്ടിഘോഷിച്ചു, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? നിന്റെ കഴുത്തിൽ ഈ മാല ഇല്ലാതെ വേറൊരു മാലയും കൂടി കാണുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് കാണിക്കടി എന്ന് പറയുമ്പോ അഞ്ജലി ആ മാല കാണിക്കാതെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുക കേട്ടോ. ശ്യാമള ആ മാല അഞ്ജലിയുടെ കയ്യിൽ വലിച്ചു പറിച്ച് പൊക്കി നോക്കുന്നുണ്ട്. അപ്പൊ കാണുന്നത് താലി. അപ്പോ അനുഭവം പറഞ്ഞ സത്യമാണല്ലോടി, നീ ചതിച്ചിലോടി. ഇതേ അകത്തൊരു മനുഷ്യനുണ്ട്, നീ ഒരിക്കലും ചതിക്കില്ല, നീ വഞ്ചിക്കില്ല, നിന്നെ മാത്രം വിശ്വസിക്കുന്ന നിന്റെ അച്ഛൻ. ആ അച്ഛനെങ്കിലും ആലോചിച്ചിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയിടേ? സത്യം പറ, ആ രാജീവല്ലേ അവനെന്നെ നിന്റെ കഴുത്തി താലി ചേർത്തത്? സത്യം പറ, അവനല്ലേ നിന്റെ ഭർത്താവ്? എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത്? എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ബന്ധം ഞങ്ങൾ നടത്തി തരാൻ വരെ തയ്യാറായിരുന്നില്ലേ? അപ്പൊ അവനല്ലേ ഇവിടെ വന്നിട്ട് വേണ്ട അതൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്നിട്ട് അവനെ തന്നെ നീ വിവാഹം കഴിച്ചു, അത് രഹസ്യമായിട്ട്. നിനക്ക് എങ്ങനെ തോന്നിയിടി? അനുപം ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിന്റെ അച്ഛന്റെയും എന്റെ വിഷമം നീ കണ്ടതല്ലേ? എന്നിട്ട് നീയും ഇങ്ങനെ ചെയ്തല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമള ഭയങ്കര കഴിച്ചിട്ട് പിന്നെ അഞ്ജലിയുടെ ബാഗും പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് മുറ്റത്തേക്ക് ഒരു ഒറ്റ വലിച്ചെറിയാണ്. നീ ഇനി ഇല്ല, നീ എന്ന് പറഞ്ഞ മകളില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞാണ്. അപ്പൊ അഞ്ജലിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം നാളെ ഒരു ദിവസവും കൂടി കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ രാജീവ് വന്നിട്ട് പെണ്ണ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ അഞ്ജലി വിചാരിക്കേണ്ട. അഞ്ജലി അങ്ങനെ മഴ നനഞ്ഞ് ആ ഒരു ഉമ്മറത്ത് തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. രാവിലെ ആവുന്നേരം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതും നമ്മുടെ കുഞ്ഞപ്പഴൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അവിടെ വേറെ ആരും അറിഞ്ഞതുമില്ല. പിന്നെ അവിടെ എങ്ങനെയൊക്കെ നമ്മുടെ അർജുൻ എത്തുന്നുണ്ട്. അത് ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോയിൽ കണ്ടതാട്ടോ. അർജുന് മഴ നനഞ്ഞ അഞ്ജലിയുടെ കൂടെ തന്നെ രാവിലെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചങ്ങനെ തന്നെ കിടന്ന് പരസ്പരം ഇങ്ങനെ ചാരി കിടന്നുറങ്ങുന്ന ഭാഗം കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.